السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على المبعوث رحمة للعالمين نبينا محمد بن عبد الله وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. يوم ندعو كل أناس بإمامهم فمن أوتي كتابه بيمينه فأولئك يقرؤون كتابهم ولا يظلمون فتيلا. ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. സ്നേഹ സമ്പന്നരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, യൗമുൽ ഹിസാബ്, വിചാരണയുടെ ദിവസം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്. വിഷയം വളരെ ഗൗരവപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ ഒരു വിചാരണയുടെ ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു സൈലൻസ്, ആ ഒരു ശ്രദ്ധ, ആ ഒരു ഗാംഭീര്യം ഈ ഒരു സംസാരത്തിന് നിങ്ങൾ നൽകണം എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 3 വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല. ആദമിന്റെ സന്തതികളെ അഥവാ മനുഷ്യവർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. അവൻ സൃഷ്ടിച്ചിട്ടുള്ള എമ്പാടും സൃഷ്ടികളെക്കാൾ മനുഷ്യ സമൂഹത്തിന് ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തുള്ള കോടാനുകോടി ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനാണ്. എല്ലാ അർത്ഥത്തിലും അവൻ വ്യത്യസ്തനാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആ നിലക്ക് സൃഷ്ടിക്കണം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. എന്റെയും നിങ്ങളുടെയും കഴിവല്ല, നമുക്ക് ലഭിച്ച ശ്രേഷ്ഠത നമ്മുടെ കഴിവല്ല. ഇവിടെയുള്ള പോത്തുകളെ അങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ഇവിടെയുള്ള മറ്റു ജീവജാലങ്ങളെ അങ്ങനെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു. എന്നിരിക്കെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് സവിശേഷമായ സ്ഥാനവും പദവിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതാകുന്നു. ഒരിക്കലും അത് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ലഭിച്ചതല്ല, നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് ലഭിച്ചതുമല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതര ജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് ശ്രേഷ്ഠത നൽകിക്കൊണ്ട് മനുഷ്യ സമൂഹമേ നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. നാം സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം സൃഷ്ടികളെക്കാൾ നിങ്ങൾക്ക് ഫളിൽ നൽകിയിരിക്കുന്നു. പക്ഷേ ഈ ഫളിലിനെല്ലാം ഒരായുസ്സുണ്ട്.
ഈ ഫളിനെല്ലാം ഒരായുസ്സുണ്ട്. എന്താണ് ആയുസ് എന്നറിയുമോ? ഒരു മനുഷ്യന്റെ ആയുസിന്റെ ദൂരം മാത്രമേ മനുഷ്യന്റെ ഫളിനുള്ളൂ. ഒരു ഡോക്ടറുടെ ഫള് അയാൾ മരിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഒരു എഞ്ചിനീയറുടെ ഫള് അയാൾ മരിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഒരു ശാസ്ത്രജ്ഞന്റെ ഫള് അയാൾ മരിക്കുന്ന ആ സമയം വരെ മാത്രമേ ഉള്ളൂ. ലോകത്ത് ഏതേത് സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവരാകട്ടെ, അവരുടെ മുഴുവൻ സ്ഥാനങ്ങളും അവരുടെ മുഴുവൻ ശ്രേഷ്ഠതകളും അതിന്റെയൊക്കെ ആയുസ് ഒരു മനുഷ്യന്റെ ആയുസ്സിനോളം നീളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു പറഞ്ഞത് യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തെ അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥത്തിന്റെ അകമ്പടിയോടുകൂടി, അവരിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരുടെ അകമ്പടിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിക്കുന്ന ഒരു രംഗമുണ്ട്. മനുഷ്യനെ വിചാരണക്ക് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. മനുഷ്യനോട് അവന് നൽകപ്പെട്ട നിഅമത്തുകളെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫൗലൈക യഖറഊന കിതാബഹും വലാ യുദ്ലമൂന ഫതീല. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശ്രേഷ്ഠതക്കനുസരിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവന് നൽകും. അവന്റെ ശ്രേഷ്ഠത ഇനിയും നിലനിൽക്കുന്നതാണോ? അവൻ ജീവിക്കുന്ന കാലത്തോളം നിലനിൽക്കുന്നതാണോ? അതല്ല വിചാരണയോടുകൂടി അവസാനിക്കുന്ന ശ്രേഷ്ഠത മാത്രമായിരുന്നോ അവന് എന്ന് തെളിയിക്കപ്പെടുന്ന ദിവസമാണത്. അങ്ങനെ വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുകയും ഒരു നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനീതി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകമുണ്ട്. അവിടെയാണ് മനുഷ്യന്റെ ശ്രേഷ്ഠത വ്യക്തമാകുന്നത്. എന്നാൽ അറിയുക, വമൻ കാന ഫീ ഹാദിഹി അഅ്മാ, ഈ ഐഹിക ജീവിതത്തിൽ ആരെങ്കിലും അന്ധരായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ആ വിഷയത്തെ സംബന്ധിച്ച് അശ്രദ്ധയിലാണെങ്കിൽ, ഇതര ജീവജാലങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകപ്പെട്ട എന്റെ ശ്രേഷ്ഠത എന്നെന്നും നിലനിൽക്കുന്നതാകുന്നു, അതൊരിക്കലും അവസാനിക്കുകയില്ല എന്ന് കരുതുന്നു ആരെങ്കിലുമെങ്കിൽ അല്ലാഹു പറയുന്നു, എന്നാൽ അറിയുക അങ്ങനെയല്ല. വമൻ കാന ഫീ ഹാദിഹി അഅ്മാ, ഈ ഐഹിക ജീവിതത്തിൽ ആരെങ്കിലും അന്ധത നടിച്ചോ, അന്ധത കാണിച്ചോ എങ്കിൽ വഹുവ ഫിൽ ആഖിറതി അഅ്മാ, അവൻ പരലോകത്ത് അന്ധനായിരിക്കും. തീർന്നില്ല, വഅദല്ലു സബീലാ, അവൻ പോത്തിനേക്കാൾ മോശമായിരിക്കുമെന്ന്, അവൻ നാക്കാലിയേക്കാൾ മോശമായിരിക്കും അന്ന്, സകല ജീവജാലങ്ങളെക്കാളും വഴിതെറ്റിയവനായിരിക്കും അവൻ അന്ന് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ മൂന്ന് വചനങ്ങൾക്കൊരു ബന്ധമുണ്ട്. എന്താണ് ആ വചനം എന്നറിയുമോ? മനുഷ്യന്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു ആ വചനത്തെ ആരംഭിച്ചത്. പിന്നെ പറയുന്നതോ വഅദല്ലു സബീലാ, ഏറ്റവും മോശമായ വഴിയിലായിരുന്നു അവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതെന്തുകൊണ്ടെന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകപ്പെട്ട ശ്രേഷ്ഠത നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ നേടിയെടുത്തതല്ല. അല്ലാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിച്ചത് കൊണ്ട് അവൻ അത് നമുക്ക് നൽകി. അതുകൊണ്ട് തന്നെ വമ്പിച്ചതായ ഒരു ഉത്തരവാദിത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചത്. ആ ഉത്തരവാദിത്തത്തിന്റെ ഗൗരവത്താൽ പർവ്വതങ്ങൾ പേടിച്ചു, ആകാശങ്ങൾ പേടിച്ചു, ഭൂമി പേടിച്ചു. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ ജിബാലി വൽ അർള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമാനത്തിനെ ആകാശലോകങ്ങൾക്ക് കാണിച്ചു കൊടുത്തു, ഭൂമിക്ക് കാണിച്ചു കൊടുത്തു, പർവ്വതത്തിന് കാണിച്ചു കൊടുത്തു. പക്ഷേ ഫഅബൈന അൻ യഹ്മിൽനഹാ, അതേറ്റെടുക്കാൻ അവർ വിസമ്മതിച്ചു. വഅശ്ഫഖ്ന മിൻഹാ, അവർക്കതിനെ സംബന്ധിച്ച് പേടി തോന്നി. എന്നാലോ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, അവൻ വാലിമുൻ ജാഹിലുമായിരിക്കുന്നു, അവൻ വിഡ്ഢിയും യുമായിരിക്കുന്നു. ആകാശലോകങ്ങൾ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചത്, ഭൂമി ഏറ്റെടുക്കാൻ വിസമ്മതിച്ചത്, പർവ്വതങ്ങൾ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ഉത്തരവാദിത്തം. ആ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ആ ഉത്തരവാദിത്തം എന്നത് ഇതായിരുന്നു. ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും. ആ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവന് സ്വർഗം, ആ വചനങ്ങൾ നിരാകരിക്കുന്നവന് നരകവും. ആകാശം പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങളത് ഏറ്റെടുക്കുകയില്ല,
ലഭിക്കുകയില്ല. കാരണം അത് ലഭിച്ചാൽ, ആ ഉത്തരവാദിത്തം നിർവഹിച്ചാൽ സ്വർഗം ലഭിക്കും എന്നതിനേക്കാൾ ഞങ്ങൾ ഭയപ്പെടുന്നത് ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയാൽ നരകം ലഭിക്കുമല്ലോ എന്നതാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗവും വേണ്ട, നരകവും വേണ്ട, ആ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് വേണ്ട. ഭൂമിയും അതേ മറുപടി പറഞ്ഞു, പർവ്വതവും അതേ മറുപടി പറഞ്ഞു. പക്ഷേ മനുഷ്യന് ധൈര്യസമേതം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. ഞാൻ നന്മ ചെയ്താൽ നീ എനിക്ക് സ്വർഗം തന്നോ, ഞാൻ തിന്മ ചെയ്താൽ നീ എന്നെ ശിക്ഷിക്കുകയും ചെയ്തോ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. നീ ഇത് അർഹിക്കുന്നത് തന്നെയാണ്, നീ ഇത് ചോദിച്ചു വാങ്ങിയതാണ്, ഇതിന് നീ അർഹൻ തന്നെയാണ്, അതുകൊണ്ട് നീ നരകത്തിൽ തന്നെയാണ് കിടക്കേണ്ടത് എന്ന് നരകവാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉന്നതമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെ ഭംഗിയായി നിർവഹിച്ചാൽ മനുഷ്യന് അല്ലാഹു നൽകിയ സകല ശ്രേഷ്ഠതകളും നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും മരണമില്ലാത്ത ലോകത്ത് ജീവിക്കാം. അതല്ല, ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെയാണോ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മൾ ഡോക്ടറാണെങ്കിലും ശരി, എഞ്ചിനീയർ ആണെങ്കിലും ശരി, ശാസ്ത്രജ്ഞനാണെങ്കിലും ശരി, വക്കീലാണെങ്കിലും ശരി, അതിനൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ യാതൊരു നിലയും വിലയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് മാനവരാശിയെ മുഴുവൻ വിളിച്ച് അവന് നൽകിയ മഹത്വത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അവനെ വിചാരണ നടത്തിയിട്ട് അവൻ പരാജയപ്പെട്ടാൽ അവന്റെ കാര്യം പോക്ക് തന്നെയാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിത ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറയുന്നത്, പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതങ്ങനെ തന്നെ സ്വീകരിക്കുക. അതാണ് യൗമുൽ ഹിസാബിൽ, വിചാരണയുടെ ദിവസത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലില്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിമുൽ ഹുസ്നാ വല്ലദീന ലം യസ്തജീബൂ ലഹു ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബിഹി ഉലൈക ലഹും സൂഉൽ ഹിസാബ് വമഅവാ ജഹന്നമു വബിഅ്സൽ മിഹാദ്. അല്ലാഹു പറയുകയാണ്, ലില്ലദീന ഇസ്തജാബു, ഉത്തരം നൽകിയ ആളുകളുണ്ടല്ലോ, പടച്ച റബ്ബിന്റെ വിളി സ്വീകരിച്ച ആളുകളുണ്ടല്ലോ, പ്രവാചകന്മാരുടെ ആഹ്വാനം സ്വീകരിച്ച ആളുകളുണ്ടല്ലോ, ലിറബ്ബിഹിമുൽ ഹുസ്നാ, അവർക്ക് അല്ലാഹു നല്ലതൊരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ വല്ലദീന ലം യസ്തജീബൂ ലഹു, അല്ലാഹുവിന്റെ വിളിക്ക് ആരെങ്കിലും ഉത്തരം നൽകാതിരുന്നിട്ടുണ്ടെങ്കിൽ, വേദഗ്രന്ഥങ്ങളുടെ ആഹ്വാനങ്ങളെ ആരെങ്കിലും തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്പിയാക്കളുടെ കൽപ്പനകളെ ആരെങ്കിലും നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത്, ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ അവർ ചെലവഴിച്ചാലും, വമിസ്ലഹു മഅഹു, അത്ര തന്നെ വേറെ കൊടുത്താലും പ്രായച്ചിത്തമായി, ലഫ്തദൗ ബിഹി ഉലൈക ലഹും സൂഉൽ ഹിസാബ് വമഅവാഹും ജഹന്നമു വബിഅ്സൽ മിഹാദ്. ഭൂമിയിലുള്ളത് മുഴുവനും അത്ര തന്നെ വേറെയും പടച്ച റബ്ബിന് കൊടുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. എന്ന് മാത്രമല്ല, ഉലൈക ലഹും സൂഉൽ ഹിസാബ്, ഏറ്റവും കഠിനമായ വിചാരണ അവർക്കായിരിക്കും ഉണ്ടാവുക. വമഅവാഹും ജഹന്നമു വബിഅ്സൽ മിഹാദ്, അവരുടെ വാസസ്ഥലം നരകമായിരിക്കും. അത് വളരെ മോശമായ പര്യവസാന സ്ഥലമാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൗമുൽ ഹിസാബിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മറുപടിയേ അതിനുള്ളൂ, ഒരേ ഒരു ഉത്തരമേ അതിനുള്ളൂ. എന്താണത്? അല്ലാഹുവിന്റെ ആഹ്വാനം സ്വീകരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. എങ്കിൽ നമ്മൾ ഡോക്ടർ ആയിട്ടില്ലെങ്കിലും, എഞ്ചിനീയർ ആയിട്ടില്ലെങ്കിലും, വക്കീലായിട്ടില്ലെങ്കിലും, മറ്റ് ഏത് ഉന്നതങ്ങളായ സ്ഥാനങ്ങളിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിലും, നമ്മൾ 5 നേരം നമസ്കരിക്കുന്നവരാണെങ്കിൽ, നമ്മൾ നോമ്പ് നോൽക്കുന്നവരാണെങ്കിൽ, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നവരാണെങ്കിൽ, നമ്മൾ മനുഷ്യരോട് മാന്യമായി പെരുമാറുന്നവരാണെങ്കിൽ, അപ്രകാരം നമ്മൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരും റബ്ബ് പറയുന്നത് കേൾക്കുന്നവരുമാണെങ്കിൽ, ഇൻഷാ അല്ലാഹ് തീർച്ചയായും നമ്മൾ തന്നെയാണ് മാന്യന്മാരായ സൃഷ്ടികൾ എന്ന് മനസ്സിലാക്കുക. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഉലൈക ഹും ഖൈറുൽ ബരിയ്യ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ അവർ തന്നെയായിരിക്കും. അതല്ല നിഷേധമാണോ?
നമ്മൾ കാഴ്ചവെക്കുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനകളോട് അനുസരണക്കേടാണോ നമ്മൾ കാണിക്കുന്നത്? പ്രവാചക അധ്യാപനങ്ങളെ നമ്മൾ നിരാകരിക്കുന്നവരാണോ? എങ്കിൽ ഉലൈകഹും ശർറുൽ ബരിയ്യ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ അവർ തന്നെയായിരിക്കും ഏറ്റവും മോശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തെരഞ്ഞെടുക്കുക. നമ്മൾ മാന്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്നുവോ? നമ്മൾ നല്ലവരാകുവാൻ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ബുദ്ധിപരമായി പ്രവർത്തിക്കുക, യൗമുൽ ഹിസാബിൽ വിജയിക്കുവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, ഏറ്റവും നല്ല മുഅ്മിനാരാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള മുഅ്മിനാരാണ്? പ്രവാചകൻ പറഞ്ഞു, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും മാന്യനാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ഏറ്റവും നല്ല മുഅ്മിൻ. ഉടനെ സ്വഹാബി വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുൽ മുഅ്മിനീന അകിയസ്, ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ്? ബുദ്ധിമാനായ മുഅ്മിനാരാണ്? വിവേകവും വിചാരവുമുള്ള മുഅ്മിനാരാണ്? പ്രവാചകന്റെ മറുപടി, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ ധാരാളമായി ഓർക്കുന്നവൻ. ഞാൻ ജീവിക്കുന്നു എന്നതിനേക്കാൾ ഞാൻ മരിക്കാനുള്ളവനാണ് എന്ന് ഓർക്കുന്നവനാണ് ബുദ്ധിമാൻ. ജീവിതത്തിന് വേണ്ടി കോപ്പുകൂട്ടുന്നവനേക്കാൾ മരണത്തിന് വേണ്ടി കോപ്പുകൂട്ടുന്നവനാണ് ബുദ്ധിമാൻ. എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എങ്ങനെയായിരിക്കും എന്റെ മരണം എന്ന് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ ധാരാളമായി ഓർക്കുന്നവനാണ് ബുദ്ധിമാൻ. തീർന്നില്ല, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, മരണാനന്തര ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവനും ആരാണോ അവനാകുന്നു യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തെ ധാരാളമായി ഓർക്കുകയും മരണാനന്തര ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നവനാരാണോ അവനാണ് ബുദ്ധിയുള്ളവൻ. പരലോകത്തെ ബോധമില്ലാത്ത, പടച്ചറബിനെ ബോധമില്ലാത്ത എഞ്ചിനീയറേക്കാൾ, ഡോക്ടറേക്കാൾ, സ്ഥാനമാനങ്ങളിൽ വിരാജിക്കുന്നവനേക്കാൾ ബുദ്ധിമാൻ ആരാണെന്നറിയുമോ? പാടത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരനായ ഒരു തൊഴിലാളി. പക്ഷേ അയാൾ മരണത്തെക്കുറിച്ച് ഓർക്കുന്നുവെങ്കിൽ, അയാൾ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നുവെങ്കിൽ അതാണ് ബുദ്ധിയുള്ള പ്രവർത്തനം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ് നമ്മളെങ്കിലും അല്ലാഹുവിനെ മറക്കാതിരിക്കുക, പരലോകത്തെ മറക്കാതിരിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്, അമ്പിയാക്കളുടെ നേതാവാണ്. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടവനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കെ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ, അല്ലാഹുവേ, നീ എന്നെ ലഘുവായ വിചാരണക്ക് വിധേയനാക്കണമേ റബ്ബേ. ആരെപോലെ? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ എന്ന പരിശുദ്ധ ഖുർആനിലെ വചനമുണ്ടല്ലോ, ലഘുവായ വിചാരണ. അതുകൊണ്ട് റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, നീ എന്നെ ലഘുവായ വിചാരണക്ക് വിധേയമാക്കണേ റബ്ബേ. ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൽ ഹിസാബുൽ യസീർ, എന്താണ് റസൂലേ ഈ ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ? പ്രവാചകന്റെ മറുപടി, യൻളുറു ഫീ കിതാബിഹി വയുതജാവസു ലഹു അൻഹു, അല്ലാഹു ആ പുസ്തകം ഒന്ന് വാങ്ങി നോക്കും, എന്നിട്ട് അതിലുള്ളതൊക്കെ അവന് വിട്ടുകൊടുക്കും. അതാണ് ലഘുവായ വിചാരണ. ആ പുസ്തകം ഒന്ന് നോക്കി അതിലുള്ളതെല്ലാം വിട്ടുകൊടുത്ത് പാപങ്ങളെല്ലാം പൊറുക്കുന്നതാകുന്നു അത്. എന്നാൽ ഇന്നഹു മൻ നൂഖിശൽ ഹിസാബ യൗമഇദിൻ യാ ആയിഷ, ഓ ആയിഷ, അതല്ല, അന്നത്തെ ദിവസം അല്ലാഹു ആരെയെങ്കിലും പിടിച്ചു വെച്ചുകൊണ്ട് വഖിഫൂഹും ഇന്നഹും ലമസ്ഊലൂൻ, നിൽക്കാൻ പറ അവരോട്, അവിടെ നിൽക്കാൻ പറ. എങ്ങോട്ടാണ് അവർ പോകുന്നത്? എവിടേക്കാണ് ധൃതി വെക്കുന്നത്? വഖിഫൂഹും, അവരവിടെ പിടിച്ചു നിർത്തൂ. ഇന്നഹും മസ്ഊലൂൻ, അവരോട് ചിലത് ചോദിക്കാനുണ്ട് എന്നെങ്ങാൻ പറഞ്ഞുകൊണ്ട് അല്ലാഹു നമ്മളോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ആയിഷ ഹലക, അവൻ നശിച്ചത് തന്നെ, അവൻ നരകത്തിൽ തന്നെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതേത് ചലനങ്ങളിലും നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു വിചാരണയുടെ ദിവസത്തെ സംബന്ധിച്ചായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിചാരണ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരൊറ്റ മാർഗമേ അവിടെ രക്ഷപ്പെടാനുള്ളൂ. എന്താണ് ആ മാർഗം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം നൽകുക, ഖുർആൻ
ഖുർആനിന് ഉത്തരം നൽകുക. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, എന്റെ ദിക്റുകളെ അവഗണിച്ചവൻ, ഖുർആനിനെ അവഗണിച്ചവൻ, സുന്നത്തിനെ അവഗണിച്ചവൻ, മതത്തിന് പ്രാധാന്യം നൽകാതിരുന്നവൻ, പടച്ച റബ്ബിനെ തൊട്ട് അവഗണനാ മനോഭാവത്തോടുകൂടി ജീവിച്ചവൻ, അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇടുങ്ങിയ ജീവിതമാണ് നൽകുക. അതുപോലെ തന്നെ അന്ധന്മാരായിട്ടാണ് അവരെ അല്ലാഹു പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുക. എന്താ കാരണം? അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തോട്, പ്രവാചകന്മാരുടെ വചനങ്ങളോട് നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചു. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കരണീയമായിട്ടുള്ളത് എന്തുമാത്രമാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദആകും ലിമാ യുഹ്യീകും. സത്യവിശ്വാസികളെ, അല്ലാഹുവിന് ഉത്തരം ചെയ്യുക, റസൂലുള്ളാഹിക്ക് ഉത്തരം ചെയ്യുക. അവർ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു വിഷയത്തിലേക്ക്. പറയുക പ്രിയപ്പെട്ടവരെ, ഈ നിസ്സാരമായ 30, 40, 50, 60 വർഷമുള്ള ജീവിതമാണോ യഥാർത്ഥ ജീവിതം? അതല്ല, ഒരിക്കലും മരണമില്ലാത്ത പാരത്രിക ജീവിതമാണോ യഥാർത്ഥ ജീവിതം എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. നശ്വരമായ ഈ ലോക ജീവിതമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച വിഡ്ഢികളായ എമ്പാടും ആളുകളുണ്ട്. അവർ ഈ ഐഹിക ജീവിതത്തിനു വേണ്ടി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നു. ആരൊക്കെ എന്തൊക്കെയാണോ പറയുന്നത് അതിന്റെ മുന്നും പിന്നും ചിന്തിക്കാതെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് അവരുടെ ചിന്ത? കുറച്ചു പണമുണ്ടാക്കണം, അക്കൗണ്ടുകളിൽ പണം വന്ന് നിറയണം, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, എന്റെ 10 തലമുറകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അങ്ങനെ ഈ ലോക ജീവിതം സുഭിക്ഷമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നെട്ടോട്ടമോടുകയും പെടാപ്പാടുപെടുകയും ചെയ്യുന്നവരെ അറിയുക, നിസ്സാരമായ നശ്വരമായ ഈ ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അതെപ്പോഴാണ് അറിയുക എന്നറിയുമോ? നമുക്ക് നാളെ പരലോകത്ത് നമ്മൾ എത്തിച്ചേരുമ്പോൾ, അവസാനമില്ലാത്ത ഒരു ലോകത്ത് എത്തിച്ചേരുമ്പോൾ, ഒരിക്കലും അന്ത്യമില്ലാത്ത ഒരു ലോകത്ത് എത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥ ജീവിതം എന്താണ് എന്ന് തിരിച്ചറിയുക. ആ യഥാർത്ഥ ജീവിതത്തിൽ നല്ല നിലക്ക് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിനെ അനുസരിക്കലാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച വാർത്തെടുത്ത ഒരു സമൂഹം, പടച്ച റബ്ബിന്റെ പ്രീതി കരസ്ഥമാക്കിയ ഒരു സമൂഹം, ആ സമൂഹത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണല്ലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിഞ്ഞാൽ എല്ലാവരും നരകത്തിലായിരിക്കും, പക്ഷേ ഒരേ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ. സ്വഹാബികൾ ചോദിച്ചില്ല, ആ 72 കക്ഷികൾ ആരാണ് പ്രവാചകരെ, ഒന്ന് വിശദീകരിച്ചു തന്നാലും എന്ന് പ്രവാചകനോട് സ്വഹാബികൾ ചോദിച്ചില്ല. കാരണം പിരിഞ്ഞു പോകുന്ന കക്ഷികളുടെ എണ്ണം, ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന കക്ഷികളുടെ എണ്ണം പെരുപ്പിച്ചു പറഞ്ഞത് പിഴച്ചവരുടെ എണ്ണം കൂടുതൽ പറയാൻ വേണ്ടിയല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വ്യക്തമാക്കി, പിഴച്ചവരുടെ എണ്ണം കൂട്ടിപ്പറയാനല്ല ഈ ഹദീസ്, പിന്നെയോ രക്ഷപ്പെടുന്നവന്റെ മാർഗം എത്ര ശുഷ്കമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. രക്ഷയുടെ മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ്. പിഴച്ചവർ 70, 700, 7000 ആയി മാറാം, പക്ഷേ രക്ഷപ്പെടുന്നവന് ഒറ്റ മാർഗമേ ഉള്ളൂ. അതാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅവും യഥാർത്ഥത്തിൽ മൻഹജു സലഫ് അനുസരിച്ചുകൊണ്ടുള്ള ജീവിതവും. അതാണ് വിജയത്തിന്റെ മാനദണ്ഡമായി, മാന്യതയുള്ള മനുഷ്യന്മാരുടെ മാനദണ്ഡമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൗതിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും അതുപോലെയുള്ള എല്ലാ തലങ്ങളെ സംബന്ധിച്ചും വിശാലമായി സംസാരിക്കുന്ന മതവും ഭൗതികതയും കൂട്ടിയിട്ട് എപ്രകാരം ഭൗതികതയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാം എന്ന ചർച്ചയാണല്ലോ ഇന്നലെ മുതൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന MSM സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രോഫ്കോൺ എന്നത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. അല്ലാഹു നിനക്ക് എന്തൊക്കെയാണോ നൽകിയത് ആ നൽകപ്പെട്ടതുകൊണ്ട് പരലോകത്ത് എങ്ങനെ രക്ഷപ്പെടാം, വിചാരണയിൽ എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതേ അവസരത്തിൽ വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിലെ നിന്റെ ഓഹരി മറന്നു പോകണ്ട. നീ ഡോക്ടറായിക്കോ, പ്രശ്നമില്ല, പക്ഷേ നിനക്ക് കിട്ടിയ ഡോക്ടറേറ്റ് പരലോകത്ത് പടച്ചറമ്പിന്റെ കോടതിയിൽ എങ്ങനെയാണ് വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ ഡോക്ടർ വിഭാഗം പഠനത്തെ ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ചിന്തിക്കുവാനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എഞ്ചിനീയർ ആവാം, പക്ഷേ
താൻ ഏതൊരു വിഷയത്തിലാണോ എഞ്ചിനീയർ ആയിട്ടുള്ളത്, ആ വിഷയത്തെ നാളെ പരലോകത്തെ വിചാരണയിൽ എങ്ങനെ എനിക്ക് അനുകൂലമാക്കി ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇപ്രകാരം ദുനിയാവിന്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാം, യാതൊരു വിരോധവുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചതാകുന്നു. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അതാണ് ആ വചനത്തിന്റെ തത്വം. ഭൂമിയുടെ ഓരങ്ങളിലൂടെ സഞ്ചരിച്ചോ മനുഷ്യ, നിനക്ക് പടച്ച റബ്ബ് നൽകിയിട്ടുള്ള കായികവും ബുദ്ധിപരവുമായ കഴിവുകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി അല്ലാഹു നിനക്ക് സംവിധാനിച്ചെന്ന ഭൂമിയിലൂടെ മഈശത്തിന് വേണ്ടി നീ നടന്നോ. പക്ഷേ ഒന്ന് നീ ഓർക്കണം, വഇലൈഹിൻ നുശൂർ, നിനക്ക് മടങ്ങിപ്പോകാനുണ്ട് എന്നത് നിനക്ക് ഓർമ്മയുണ്ടായാൽ മതി. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദിക്റുകൾ ചെല്ലാൻ നീ മറന്നു പോകല്ലേ, നമസ്കരിക്കാൻ നീ മറന്നു പോകല്ലേ. പ്രദോഷമാകുമ്പോഴും ദിക്റുകൾ ചെല്ലാനും നമസ്കരിക്കാനും നീ മറന്നു പോകല്ലേ. ഇപ്രകാരം ദുനിയാവിന്റെ മുഴുവൻ മേഖലകളിലും പ്രവർത്തിക്കുമ്പോഴും പടച്ച റബ്ബിനെ മറക്കാതെ ജീവിക്കുവാൻ, പടച്ച റബ്ബിനെ മറക്കാതെ പഠിക്കുവാൻ, പടച്ച റബ്ബിനെ മറക്കാതെ ചികിത്സിക്കുവാൻ, പടച്ച റബ്ബിനെ മറക്കാതെ ബിൽഡിംഗ് ഉണ്ടാക്കുവാൻ, പടച്ച റബ്ബിനെ മറക്കാതെ കോടതിയിൽ വാദിക്കുവാൻ, പടച്ച റബ്ബിനെ മറക്കാതെ ഓഫീസുകളിൽ കണക്കെഴുതുവാൻ, പടച്ച റബ്ബിനെ മറക്കാതെ ദുനിയാവിന്റെ മുഴുവൻ രംഗങ്ങളിലും ഏർപ്പെടുവാൻ ഒരാളെ സഹായിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് മഹത്തായ ഈ പ്രോഫ്കോൺ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതികതയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും റഹ്മാനായ റബ്ബിനെ മറന്നുപോകാൻ പാടില്ല എന്നത് മാത്രമാണ് നമുക്കിവിടെ പറയാനുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രത്യേകത, എനിക്ക് 2 അടിമകളുണ്ട്. ഇന്നലി മംലൂകൈൻ യുക്ദിബൂനനി, എനിക്ക് 2 അടിമകളായ ആളുകളുണ്ട്. അവർ എന്നെ കളവാക്കും. വയഹൂനൂനനി, അവർ എന്നെ വഞ്ചിക്കുന്നുണ്ട് റസൂലേ. വയഅസൂനനി, അവരെന്നെ അനുസരണക്കേട് കാണിക്കുന്നുണ്ട് റസൂലേ. വഅശ്തുമുഹും വഅദ്രിബുഹും ഫകൈഫ അന മിൻഹും, ഞാൻ അവരെ അടിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്. എന്താണ് ഈ സ്വഹാബി വന്ന് പറഞ്ഞത്? എനിക്ക് 2 അടിമകളുണ്ട്, 2 സേവകന്മാരുണ്ട്. അവരെന്നെ വഞ്ചിക്കും, അവരെന്നെ കളവാക്കും, അതുപോലെ തന്നെ അവരെന്നോട് അനുസരണക്കേട് കാണിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവരെ ചീത്ത പറയുകയും ചെയ്യും, ഞാൻ അവരെ അടിക്കാറുമുണ്ട്. അപ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന് നൽകിയ മറുപടിയിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ശരി എങ്കിൽ യുഹ്സബു മാ ഖാനൂക വഅസൗക വകദബൂക, അവർ നിന്നോട് അനുസരണക്കേട് കാണിച്ചുവല്ലേ, അള്ളാഹു അതവരോട് ചോദിക്കും. അവർ നിന്നെ കളവാക്കിയല്ലേ, അള്ളാഹു അതവരോട് ചോദിക്കും. അവർ നിന്നെ വഞ്ചിച്ചുവല്ലേ, അതല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും. എന്നാലേ മനുഷ്യ, താങ്കൾ അറിയേണ്ട മറ്റൊന്നുണ്ട്. അവർ താങ്കളെ വഞ്ചിച്ചു എന്നതിന്റെ പേരിൽ താങ്കൾ അവരെ ചീത്ത പറഞ്ഞുവല്ലേ, അവർ താങ്കളോട് അനുസരണക്കേട് കാണിച്ചു എന്നതിന്റെ പേരിൽ താങ്കൾ അവരെ അടിച്ചുവല്ലേ, എങ്കിൽ അറിയണം, വൈഖാബുക ഇയ്യാഹും ഫഇൻ കാന ഇഖാബുക ഇയ്യാഹും ബിഖദ്രി ദുനൂബിഹിം കാന കഫാഫൻ ലാ ലക വലാ അലൈക. നിന്നെ ചീത്ത പറഞ്ഞതിനനുസരിച്ച് തത്തുല്യമായ നിലക്കാണ് നീ അവരോട് പ്രതികരിച്ചതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നിന്നെയും വിചാരണ ചെയ്യും. അപ്പോൾ 2 ആളുകളുടെ കുറ്റവും സമമായാൽ ഇൻഷാ അല്ലാഹ് നിനക്കെതിരിൽ നടപടിയൊന്നും ഉണ്ടാവില്ല. കാരണം അവർ നിന്നോട് ഇങ്ങോട്ട് ചെയ്തതിനനുസരിച്ച് നീ അങ്ങോട്ട് ചെയ്യുമ്പോ അത് നീതിയാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് തിന്മയിൽ അത് തുല്യമാകുമ്പോ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ശിക്ഷിക്കാതിരുന്നേക്കാം. എന്നാൽ വഇൻ കാന ഇഖാബുക ഇയ്യാഹും ദൂന ദുനൂബിഹിം കാന ഫദ്ലൻ ലക്, അവർ നിന്നോട് കാണിച്ച അനുസരണക്കേട് അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ നീ അവരോട് ചെയ്തത് വളരെ കുറവാണെങ്കിലോ, എങ്കിൽ ഇൻഷാ അല്ലാഹ് നിന്റെ പാപത്തിൽ നിന്ന് അത്രയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നന്മയിൽ നിന്ന് അത്രയൊന്നും കുറച്ചു കളയുകയില്ല, അത് നിനക്ക് ഫളലായിരിക്കും. എന്നാൽ വഇൻ കാന ഇഖാബുക ഇയ്യാഹും ഫൗഖ ദുനൂബിഹിം ഇഖ്തുസ്സലഹും മിൻകൽ ഫളൽ, അതല്ല, അവർ ഇങ്ങോട്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ടാണ് നീ അവരോട് ചെയ്തതെങ്കിൽ തീർച്ചയായും നിന്റെ നന്മകളൊക്കെ എടുത്ത് അവർക്ക് കൊടുക്കുകയും നീ പാപ്പരായി പോവുകയും ചെയ്യും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിപൂർവം വിചാരണ നടത്തുന്നവനാണ്, എല്ലാവർക്കും നീതി നൽകുന്നവനാണ്. ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചു കളയുകയില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, ഒരണുമണി തൂക്കവും അല്ലാഹു സുബ്ഹാനഹു വ തആല അനീതി പ്രവർത്തിക്കുകയില്ല. ഫതനഹാ അർറജുലു ഫജഅല യബ്കി വയഹ്തിഫു, ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട്, ഒച്ച വെച്ച് വിളിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്
പ്രവാചകന്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞുപോയി. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അമാ തഖറഉ കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് വായിച്ചിട്ടില്ലേ താങ്കൾ? താങ്കൾക്ക് കരച്ചിൽ വരുന്നുവോ? ഈ ഒരു സംസാരം താങ്കളെ അത്ഭുതപ്പെടുത്തിയോ? നാളെ പരലോകത്ത് വരാനിരിക്കുന്ന വിചാരണ എത്ര കണിശമാണ്, എത്ര സൂക്ഷ്മമാണ് എന്ന സംസാരം താങ്കളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ വചനം താങ്കൾ വായിച്ചിട്ടില്ലേ? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഓതിക്കൊടുത്തു, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമഹ ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين ونضع الموازين القسط ليوم القيامة. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയുടെ തുലാസ് സ്ഥാപിക്കും. മനുഷ്യനെയും മനുഷ്യന്റെ പ്രവർത്തനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തുലാസിലിട്ടു തൂക്കും. എന്നിട്ട് ഓരോ ആളുകൾക്കും അവർ അർഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. ആയത്ത് കേട്ട് അത്ഭുതപ്പെട്ട അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, മാ അജിദു ലീ വലിഹൗലായി ശൈഅൻ ഖൈറൻ മിൻ മുഫാറഖതിഹിം ഉഷ്ഹിദുകും അന്നഹും അഹ്റാറുൻ കുല്ലഹും. അല്ലാഹുവിന്റെ റസൂലേ, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, അവരെ ഞാനിതാ മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ അവരെ അടിച്ചത്, ഞാൻ അവരെ ചീത്ത പറഞ്ഞത് അല്ലാഹു എനിക്ക് പുറത്തു തരാൻ വേണ്ടി ഞാനിതാ അവരെ മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് അദ്ദേഹം പിരിഞ്ഞുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മിസ്കാല ഹബ്ബത്ത് പോലും കൊണ്ടുവരും. രാത്രിയിലാകട്ടെ പകലിലാകട്ടെ, സ്വദേശത്താകട്ടെ വിദേശത്താകട്ടെ, രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ, നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അതുകൊണ്ടാണ് മനുഷ്യന്റെ പ്രവർത്തനം മാത്രമല്ല തുലാസിൽ തൂക്കുക, നമ്മളെ കൂടി തൂക്കും. രണ്ട് കാര്യങ്ങളാ തുലാസിൽ തൂക്കുക. ഒന്ന് മനുഷ്യന്റെ പ്രവർത്തനം, മറ്റൊന്ന് മനുഷ്യനെ തന്നെ തൂക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മരത്തിൽ കയറി ഒരു സംഗതി പറക്കാൻ വേണ്ടി സ്വഹാബികളോട് ആവശ്യപ്പെട്ടപ്പോ ഉടനെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടി മരത്തിൽ കയറി. അദ്ദേഹം വളരെ ചെറിയൊരു മനുഷ്യനാണ്, ഹൈറ്റ് കുറഞ്ഞൊരു മനുഷ്യനാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരത്തിൽ കയറിയപ്പോ അദ്ദേഹത്തിന്റെ കുഞ്ഞു കാലുകൾ കണ്ടപ്പോ സ്വഹാബികൾക്ക് ചിരി വന്നു. അവർ ചിരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ലിമ തൽഹഖൂൻ, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ കാല് കണ്ടിട്ടാണോ? എങ്കിൽ അറിയണം, നാളെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തുലാസിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാല് ഉഹുദ് മലയേക്കാൾ തൂക്കമുണ്ടാകും കേട്ടോ. നിങ്ങൾ വിചാരിച്ചു അദ്ദേഹം നീളമില്ലാത്തവനാണെന്നല്ലേ, അദ്ദേഹത്തിന്റെ കാലുകൾ ചെറുതാണെന്ന് നിങ്ങൾ കരുതിയല്ലേ? എങ്കിൽ പരിഹസിക്കണ്ട. മനുഷ്യന്റെ വിശ്വാസവും അവന്റെ അഖീദയും അവന്റെ പരിശുദ്ധിയും അവന്റെ സംസ്കാരവുമാണ് അല്ലാഹു ഖിയാമത്ത് നാളിൽ തൂക്കി നോക്കുക. അതല്ലാതെ നിന്റെ ബാങ്കിലെ അക്കൗണ്ടും നിന്നെയും കൂടിയല്ല തൂക്കുക. നിനക്ക് എത്ര ബിൽഡിങ്ങുകളുണ്ടോ ആ ബിൽഡിങ്ങിന്റെ കൂടെയല്ല നിന്നെ തൂക്കുക. നിന്റെ സംസ്കാരം, നിന്റെ കൾച്ചർ, നിന്റെ അഖീദ, നിന്റെ വിശ്വാസം, നിന്റെ പ്രവർത്തനം, അതാണ് തൂക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഖിയാമത്ത് നാളിൽ തടിച്ചു കൊഴുത്ത ഒരു മനുഷ്യനെ കൊണ്ടുവരും. തുലാസിൽ തൂക്കി നോക്കിയാൽ ഒരു ഈച്ചയുടെ ചിറകിന്റെ തൂക്കം പോലും അയാൾക്കുണ്ടാവില്ല. അതുകൊണ്ട് മേനിക്കൊഴുപ്പല്ല, അതുപോലെയുള്ള പളപളപ്പുകളല്ല ഖിയാമത്ത് നാളിൽ തൂങ്ങുക പ്രിയപ്പെട്ടവരെ. മറിച്ച് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനവും നമ്മളുടെ സാംസ്കാരിക സമ്പന്നതയുമാകുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുക, പ്രവാചകന്റെ വിളിക്കുത്തരം നൽകുക, നല്ലവരായി ജീവിക്കുക. ശാശ്വതമായ ജീവിതമായ പരലോക ജീവിതമാണ് യഥാർത്ഥത്തിൽ ശരിയായ ജീവിതം. ആ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, ആ ജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുക. അതിന് ഈ പ്രോഫ്കോൺ ഒരു കാരണമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിന് ഈ പ്രോഫ്കോൺ ഒരു കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.